വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാ സൊല്യൂഷൻസ്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് എ ഫാമിലി ടെംപ്ലേറ്റ്. മീൻസ് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു റെവിറ്റ് ഫയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ റെവിറ്റ് ഫയൽ എക്സ്റ്റൻഷൻ RVT എന്ന് വരുന്ന എല്ലാം പ്രോജക്റ്റ് ഫയലുകളാണ്. ആ ഒരു പ്രോജക്റ്റ് ഫയലിൽ നമുക്ക് ഇഷ്ടംപോലെ ഫാമിലി ഫയൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ ഒരു നോർമലായിട്ട് ഇതുപോലെ ഒരു മോഡൽ ചെയ്യാമെന്ന് വെച്ചോ, ആ മോഡലിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ പോലെ ഡോർസ്, വിൻഡോ, വാൾ എല്ലാം ബിലോങ്ങിങ് ടു സച്ച് എ ഫാമിലി. അപ്പോൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിലും ഓരോരെണ്ണം ബിലോങ്ങിങ് ടു ഓരോരോ ഫാമിലിയാണ്. ഈ ഒരു പില്ലറിന് പറയുന്നത് പില്ലറുടെ ഫാമിലി ടൈപ്പാണ്. അതേപോലെ തന്നെ നമുക്ക് ഡോറ്, വിൻഡോസ്, എവറിത്തിങ്. അപ്പോൾ ഈ കുറേ ഫാമിലി ഫയൽസ് ഉള്ള ഒരു സംഭവമാണ് പ്രോജക്റ്റ് ഫയലിന് പറയുന്നത്. അപ്പം നമുക്കായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ആവശ്യമുള്ള ഒരു ഫാമിലി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഫാമിലി എന്ന് പറയുന്നത് നമ്മളിവിടെ കോമ്പനൻറ്റ് എന്നുള്ളത് നമ്മൾ പ്ലേസ് ചെയ്യത്തില്ലേ, എടുത്ത് പ്ലേസ് ചെയ്യുന്ന ആ ഒരു കോമ്പനൻ്റ് ആണ് ഫാമിലി. അപ്പോൾ ആ ഒരു നോർമലായിട്ടുള്ള ഒരു ഫാമിലി ഫയൽ എങ്ങനെയാണ് പുതിയതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഈ പ്രോജക്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് എന്ത് ചെയ്യണം, പുതിയൊരു പ്രോജക്റ്റ് കൂടാതെ നമുക്കൊരു ഫാമിലി ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആപ്ലിക്കേഷൻ മെനുവിനൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് ദർ ഇസ് എൻ ഓപ്ഷൻ ന്യൂ എന്ന് പോയി കഴിഞ്ഞാൽ ദർ ഇസ് എൻ ഓപ്ഷൻ ഫാമിലി. നമ്മൾ എല്ലാ വട്ടവും എടുക്കുന്നത് പ്രോജക്റ്റാണ്. റൈറ്റ് നൗ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ ഫാമിലി ടെംപ്ലേറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫാമിലിനുള്ളത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വേർഷൻസ് അനുസരിച്ച് എൻ്റെ ഇപ്പോൾ റെവിറ്റ് 2017 ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനകത്തുള്ള എല്ലാ ഒരു ടെംപ്ലേറ്റ് ഫയൽസും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഓരോരു കാറ്റഗറി അനുസരിച്ചിട്ടുള്ള ഫോൾഡേഴ്സ് കിട്ടും. അതർവൈസ് യു ക്യാൻ ഗോ ഫോർ ദ ഡീഫോൾട്ട് വൺ, ദറ്റ് ഈസ് വാട്ട് മെട്രിക് ജെൻറിക് മോഡൽ എന്നുള്ളത്. ഇപ്പോൾ ഫേർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ ഫേർണിച്ചേഴ്സ് കിട്ടും, വാൾ ടൈപ്പിലാണെന്നുണ്ടെങ്കിൽ വാൾ ടൈപ്പിൽ ഉണ്ടാവും. ഇങ്ങനെ കുറേ സംഭവം നമുക്ക് കിട്ടും. അല്ലാതെ ഡീഫോൾട്ടായിട്ട് ഇത് യാതൊരു പ്രീ സെറ്റിങ്സും ഇല്ലാതെ ഡീഫോൾട്ടായിട്ടുള്ള ഒരു ഫയൽ എടുത്തിട്ട് ഞാൻ കാണിക്കാം. അതാണ് മെട്രിക് ജെൻറിക് മോഡൽ .RFT ഇൻ ദ സെൻസ് ഫാമിലി ടെംപ്ലേറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ഒരു ഫാമിലി ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻ RFA ഫോർമാറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുമ്പോൾ എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ തന്നെ ഇരിക്കും. ആ പ്രോജക്റ്റ് ഫയലിൻ്റെ നമ്മുടെ ഈ ഒരു മെനൂസ് എല്ലാം ഒരുപോലെ തന്നെ ഇരിക്കും, പക്ഷേ സ്ലൈറ്റ്ലി ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, ഫാമിലി 1 ഡീഫോൾട്ടായിട്ടുള്ളത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യുമ്പോഴത്തേക്ക് അതിനായിട്ടുള്ള കസ്റ്റമൈസ്ഡ് നെയിം കൊടുക്കാം. ഇഫ് ഇൻ കേസ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഗോയിങ് ടു ക്രിയേറ്റ് ഫേർണിച്ചർ, ഇറ്റ് മേ ബി എ ടേബിൾ, ചെയർ, വാട്ട് എവർ ഇറ്റ് മേ ബി. ഞാനിപ്പോൾ ഒരു ബിഗിനേഴ്സിന് ഈസി ആയിട്ടുള്ള ഒരു ടേബിളാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വന്ന് ലാൻഡ് ആവുന്ന ആ ഒരു പേജെന്ന് പറയുന്നത് ഈ ഒരു റെഫറൻസ് ലെവലായിരിക്കും. ഫ്ലോർ പ്ലാൻസിൽ റെഫറൻസ് ലെവലായിരിക്കും. ഈ ഒരു റെഫറൻസ് ലെവലിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ ഒരു സംഭവം വരയ്ക്കുന്നതിൻ്റെ മുമ്പായിട്ട് വി ഹാവ് ടു ഗോ ഫോർ റെഫറൻസ് ലൈൻ. വൈ? ബിക്കോസ് നമുക്കിത് ഏത് ഫ്ലോറിലാണ് കിടക്കുന്നത്, ലെവൽ എത്ര ഹൈറ്റിലാണ്, യാതൊന്നും അറിയത്തില്ല. സോ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഫേസിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതിനുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും റെഫറൻസ് ലൈൻ വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഡ്രോയിങ് പോകാം. അപ്പോൾ റെഫറൻസ് ലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ടോൾഡ് ദാറ്റ് ഈ ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 200 ഒരു സ്ക്വയർ ടേബിളാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സ്ക്വയർ ടേബിളിനനുസരിച്ചിട്ടുള്ള ഒരു സർഫേസ് ഞാനിവിടെ ലിമിറ്റ് പോലെ സെറ്റ് ചെയ്യാൻ പോവാം. ഇപ്പോൾ നമ്മൾ റെഫറൻസ് ലെവലിലായി. അപ്പോൾ റെഫറൻസ് ലൈനിലോട്ട് പോകണം. അപ്പോൾ റെഫറൻസ് ലൈനിലുള്ളത് ഞാൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഡ്രോയിങ് ടൂൾസ് കിട്ടും. ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം പിക്ക് ലൈൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സിസ്റ്റിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു ലൈനിനെ എത്രയാണ് ഓഫ്സെറ്റ് കൊടുത്തിട്ട് വരയ്ക്കേണ്ടത്. ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ എക്സിസ്റ്റിംഗ് ലൈൻ. ഇഫ് ദർ ഈസ് നോ എക്സിസ്റ്റിംഗ് ലൈൻ, നമുക്ക് പുതിയതായിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ടേക്ക് ദിസ് ഡ്രോയിങ് ടൂൾസ്. ഓക്കെ, UN ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് എന്നുള്ളത് വരും. നമുക്കിപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് ഇവിടെ മില്ലിമീറ്ററാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റിമീറ്ററിലാക്കാം. ഇഫ് ഇൻ കേസ് സെൻറ്റിമീറ്ററിലാണ് ഞാൻ വരയ്ക്കുന്നത്, പക്ഷേ ഈ ഒരു കോമ്പനൻറ്റ് എനിക്കൊരു മീറ്ററിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലും വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഇറ്റ് ഓട്ടോമാറ്റിക്കലി കൺവേർട്ടഡ് ആസ് എ മീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കുന്നതെന്ന് പറയുന്നത് ഡീഫോൾട്ടായിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ സെൻറ്റിമീറ്ററിലോട്ട് ആക്കുക. സെൻറ്റിമീറ്ററിലോട്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇത് വരയ്ക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, റെഫറൻസ് ലൈൻ എന്നുള്ളത് എടുക്കുക.
അതിൻ്റെ ഡയമെൻഷൻ പറയുന്നത് 200 × 200. സോ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷനെ നമുക്ക് 0 മീൻസ് സെൻറ്റർ പോയിൻ്റ് ആയിട്ട് കരുതുക. അപ്പോഴത്തേക്കും നമുക്ക് ഈ 100 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ലെന്ത് കിട്ടും. മീൻസ് ഇവിടെയും ഇപ്പുറവും അതേപോലെ തന്നെ മേലോട്ടും താഴോട്ടും. ഇതൊരു സ്ക്വയർ ടേബിൾ ആയതുകൊണ്ട് ഇങ്ങനെ എനിക്ക് ഈ ഒരു സെൻറ്റർ പോർഷനായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, 200 × 200 എന്നുള്ള ഒരു അളവ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഇത് വൺലി ഫോർ ടേബിൾ സർഫേസ്. ദെൻ നമുക്ക് ഇനിയും വേണ്ടതെന്ന് പറയുന്നത് 4 ലെഗ് ഇവിടെ നമുക്ക് വരച്ചെടുക്കണം. ആ 4 ലെഗിൻ്റെ അളവും കൂടെ നമുക്ക് ഇവിടെ ഇതിനകത്ത് കൊടുക്കാം. നമുക്ക് ഒരു 15 അതർവൈസ് 12 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. നമുക്ക് 15 തന്നെ കൊടുക്കാം. ഓക്കെ, ഇവിടെ അതേപോലെ ഇവിടെ ഇവിടെ. ഓക്കെ, ഈ ഒരു പോർഷനാണ് നമുക്ക് ലെഗായിട്ട് വരാൻ പോണത്. ഈ ഔട്ടർ സ്ക്വയറാണ് നമുക്ക് ടേബിൾ സർഫേസ് ആയിട്ട് വരാൻ പോണത്. ഓക്കെ, ഇത് റെഫറൻസ് പ്ലെയിൻ ആണ്. റൈറ്റ്, ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടേബിളിൻ്റെ സർഫേസ് എങ്ങനെ വേണം, എക്സ്ട്രൂഷൻ ആയിട്ടുള്ള ഒരു ബോക്സ് നമ്മൾ 3Dയിലാണല്ലോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗോ ഫോർ ക്രിയേറ്റ്. ഇവിടെ എക്സ്ട്രൂഷൻ എന്നുണ്ട്, അത് ഞാൻ എടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് പിക്ക് ലൈൻ കൊടുത്താലും കുഴപ്പമില്ല, അതർവൈസ് ഞാൻ റെക്റ്റാങ്കിളായിട്ട് ആ ഒരു പോർഷൻ എടുക്കാം. ഓക്കെ, ഞാൻ വരച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അതെല്ലാം ലോക്ക് ചെയ്യുന്നു. വൈ? ബിക്കോസ് നമ്മൾ ഈ ഒരു കോമ്പനൻ്റ് കുറേ പ്രോജക്റ്റ് ഫയൽസിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപ്ലോഡ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡിസ്ലൊക്കേഷൻ ആവരുത്. നമ്മുടെ ഒരു പോർട്ടിക്കിൾസ് മീൻസ് ഒബ്ജക്ട്സ് നമുക്ക് ഡിസ്ലൊക്കേഷൻ ആവുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ലോക്ക് ചെയ്തിട്ടേക്കണം. ഓക്കെ, ദെൻ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനിത് സർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഞാൻ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഇത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് ആ ഒരു സർഫേസ് മാത്രം. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ലെഗ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവുക. ലെഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വി ഹാവ് ടു ക്രിയേറ്റ് അനദർ എക്സ്ട്രൂഷൻ. ഒരേ എക്സ്ട്രൂഷനകത്ത് ആക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുടെയും ലെന്തും ഹൈറ്റും ഒക്കെ ഡിഫറൻസ് അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അഗെയിൻ ഹാവ് ടു ഗോ ഫോർ എക്സ്ട്രൂഷൻ. ദെൻ ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. ഇപ്പം ഞാൻ വരയ്ക്കാൻ പോണത് ലെഗാണ്. ഓക്കെ, ഇത് 4ഉം ഒരേ എക്സ്ട്രൂഷനകത്ത് നമുക്ക് കൊണ്ടുവരാം. മീൻസ് ഈ ഒരു 4 ലെഗ് ആകുമ്പോൾ 4ഉം ഷുഡ് ബി ഇൻ ദ സെയിം ലെന്ത്, വിത്ത് എല്ലാം സെയിം ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലോട്ട് പോകാം. ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ഇത് വലിയൊരു ഷീറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഏറ്റത്ത് കിടപ്പുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സൂം ടു ഫിറ്റ് എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ഇതിനകത്ത് ഇത് കിട്ടും. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സെലക്ഷനിൽ കിടക്കുന്നതെന്ന് പറയുന്നത് സർഫേസാണ്. ഈ ഒരു ടേബിളിൻ്റെ സർഫേസ്. ആ സർഫേസ് ഞാനൊന്ന് കുറയ്ക്കുക, മേലോട്ട് കുറച്ച് പൊക്കി വെക്കാം. എന്നിട്ട് ഇതാണ് ലെഗിൻ്റെ ഹൈറ്റ് ഞാനൊന്ന് കൂട്ടാം. ഓക്കെ, ഞാനിതെല്ലാം റഫായിട്ടുള്ള ഒരു ഡയമെൻഷൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് കറക്റ്റ് ഡയമെൻഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ഫോളോ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് 3D വ്യൂസിനകത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. V1 എടുത്തു. അഗെയിൻ ഇറ്റ്സ് ഔട്ട് ഓഫ് റേഞ്ച്. സോ നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സൂം ടു ഫിറ്റ് കൊടുക്കുക. കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനകത്ത് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇത് ഫ്രണ്ടിലാണ് കിടക്കുന്നത്. നമുക്ക് ഐസോമെട്രിക് വ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂ ക്യൂബിൽ പോയിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതർവൈസ് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രോളിങ് ആ ഒരു വീലും പ്രസ് ചെയ്തിട്ട് നമുക്ക് കറക്കി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ടേബിൾ ഓക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് നേരെ ലോഡ് ഇൻ ടു പ്രോജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് പ്രോജക്റ്റിനകത്ത് ഈ ടേബിൾ കിട്ടുകയും ചെയ്യും. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നോട്ട് ഓൺലി എ ഫാമിലി ഫയൽ, വി ഹാവ് ടു ക്രിയേറ്റ് എ പാരാമെട്രിക് ഫാമിലി ഫയൽ. പാരാമെട്രിക് ഫാമിലി ഫയലിന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാമിലി തന്നെ. ഇപ്പോൾ നമ്മുടെ ഫേർണിച്ചർ, ഈ ഫേർണിച്ചറിൽ ടേബിളിനുള്ള ഒരു ഫാമിലിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടേബിളിനകത്ത് കുറേ ടൈപ്സ്, അതർവൈസ് സൈസിലെ ഡിഫറൻസ് ഉള്ളത്. ഇപ്പോൾ ഈ പറയുന്ന ബിഗ് ടേബിൾ, സ്മോൾ ടേബിൾ അങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സ്ക്വയർ ടേബിളാണ്. അപ്പോൾ അടുത്ത ഒരു റെക്റ്റാങ്കിൾ ടേബിൾ, അതർവൈസ് ലോങ് റെക്റ്റാങ്കിൾ ടേബിൾ, ഇങ്ങനെ നമുക്ക് ചില ഡയമെൻഷൻസിൽ മാത്രം ഒരു ചേഞ്ചസ് കൊടുത്തുകൊണ്ട് അതേ ഫേർണിച്ചർ തന്നെ എക്സിസ്റ്റിംഗ് ആയിരിക്കുന്നതാണ് പാരാമെട്രിക് ഫാമിലി എന്ന് പറയുന്നത്.